Academic subjects and extracurricular activities complement each other to develop socially skilled and healthier students. St. Francis School, Vaniyambalam, affiliated to CBSE, Delhi. കാട്ടാന ആക്രമണത്തിൽ ഉറക്കം നഷ്ടപ്പെട്ട ചുങ്കത്തറ അമ്പലപ്പൊയിൽ നിവാസികൾ. കാട്ടാനകൾ കൂട്ടമായി എത്തി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതാണ് ഈ മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. മാവ് വരെ ഇപ്പൊ ആന പൊളിക്കലുണ്ട്. ചക്കാന്ന് കരുതിയിട്ടായിരിക്കും മാവ് പൊളിക്കുന്നത് നോക്കി തോന്നുന്നു. പക്ഷെ ഇത് കഴിക്കണമെന്നില്ല. ചവിട്ടി നശിപ്പിച്ച് ഇതാകെ നാശാക്കുന്നുണ്ട്. നല്ല നല്ല കൊലകളാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാത്രി എത്തിയ കാട്ടാനക്കൂട്ടം കാവനാൽ ശശിധരൻ, KG രാജേന്ദ്രൻ, PR സുഭാഷ് എന്നിവരുടെ കൃഷികളാണ് വ്യാപകമായി നശിപ്പിച്ചത്. കാട്ടാനക്കൂട്ടം അമ്പലപ്പൊയിൽ ഭാഗത്ത് തമ്പടിച്ചിരിക്കുന്നത് ടാപ്പിംഗ് തൊഴിലാളികൾക്കും ഭീഷണിയായിട്ടുണ്ട്. പുലർച്ചെ ടാപ്പിംഗിനായി പോകുന്നവർ കാട്ടാനകൾക്ക് മുമ്പിൽ പെടുന്ന സംഭവങ്ങളും നിരവധിയാണ്. നാശനഷ്ടം സംഭവിക്കുമ്പോൾ വനപാലകർ സന്ദർശിക്കാറുണ്ടെങ്കിലും കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം പോലും ലഭിക്കാറില്ല. ഞങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്ത് പോലും ജീവിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ വീട്ടിൽ കിടന്നിറങ്ങുമ്പോൾ പോലും വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ കൃഷിയുള്ളത് ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. ഇതെല്ലാം നശിച്ചു പോവാണ്. ആന വന്നിട്ട് ഇത് മുഴുവൻ നശിപ്പിച്ച് ദിവസവും സ്വൈര്യ ജീവിതം നഷ്ടപ്പെടുകയാണ് ഞങ്ങളുടേത്. നിരന്തരമായിട്ടുള്ള ഇതിങ്ങനെ നശിപ്പിച്ചു കൊടുക്കുക. അത് കണ്ടോ, അത് തെങ്ങാണ്. ഇത് അടിച്ചു പൊളിച്ച് ഈ വാഴയൊക്കെ നശിപ്പിച്ച് ഇപ്പൊ ഞങ്ങൾ ലോൺ എടുത്തിട്ടൊക്കെ ചെയ്യുന്ന കൃഷികളാണ്. ഇതിപ്പോ ഒരു ദിവസമോ 2 ദിവസമല്ലോ 2 വർഷമായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്നും ഒക്കെ ആയിട്ട് കിട്ടണം. ഇതിപ്പോ ഇതുമല്ല, ഇതിന്റെ ഭാഗത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അമ്പലപ്പുഴ നിരന്തരമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വീടിന്റെ മുന്നിൽ കൂടെയാണ് ഇപ്പൊ ഇത് വന്നത്. കടുവ, കാട്ടാനകൾ, കാട്ടുപന്നികൾ, കാട്ടുപോത്തുകൾ, പുലി, കരടി എന്നിവയുടെ സാന്നിധ്യം ജനവാസ മേഖലകളെ ഭീതിയിലാഴ്ത്തുമ്പോഴും വനംവകുപ്പ് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ഒരു ശ്രമവും നടത്തുന്നില്ല. വന്യജീവികളെ വനത്തിൽ സംരക്ഷിച്ചു നിർത്താൻ വനം വകുപ്പ് നടപടിയെടുക്കാത്തതാണ് വന്യമൃഗങ്ങൾ ഇര തേടി ജനവാസ മേഖലയിലേക്ക് എത്താൻ കാരണം. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.